സോ ദെൻ ഈ ചാപ്റ്ററിൽ അവസാനത്തെ ടോപ്പിക്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇത് നമുക്ക് റിസ്ക് മാനേജ്മെന്റിലേക്കൊക്കെ ആവശ്യമുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും, അല്ലെ? എല്ലാ എക്കണോമിയിലും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും. ആ ഇൻട്രസ്റ്റ് റേറ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലുള്ള ഈ ഡെപ്റ്റ് സെക്യൂരിറ്റീസിനൊക്കെ ഇൻട്രസ്റ്റ് ഫിക്സ് ആവുന്നത്. ഡെപ്റ്റ് സെക്യൂരിറ്റീസിനൊക്കെ ബോറോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നതും ലെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഒരു എക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയൊക്കെയാണ്? ഇക്കണോമിക് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയൊക്കെയാണ്? അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു സെക്യൂരിറ്റിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഒരു സെക്യൂരിറ്റിക്ക് ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ലോൺ നോട്ട്, അതിന് ഇത്രയാണ് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ആ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് ഫിക്സ് ആവുന്നത്? എനിക്ക് കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന റിട്ടേൺ എങ്ങനെയാണ് ഫിക്സ് ആവുന്നത്? എക്കണോമിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ആ ഒരു എക്കണോമിയിലുള്ള ഇൻഫ്ലേഷൻ, ഗവൺമെന്റ് പോളിസി, ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്നു. സെൻട്രൽ ബാങ്ക് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, RBI, അവരൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റുകൾ ഫിക്സ് ചെയ്യുന്നത്. അവർക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. മോണിറ്ററി പോളിസി എന്ന് പറയും. മോണിറ്ററി പോളിസി ഒക്കെ ത്രൂ ഗവൺമെന്റിന്റെ മോണിറ്ററി പോളിസി ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഇൻട്രസ്റ്റ് റേറ്റുകൾ, ഷോർട്ട് ടേം ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഒക്കെ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യും? എക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ എക്കണോമിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ ലോൺ എടുക്കുന്നതൊക്കെ എന്തായിരിക്കും? ഹയർ ഇൻട്രസ്റ്റ്. ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യും. അങ്ങനെ മോണിറ്ററി പോളിസിയിൽ എന്താണ്? മോണിറ്ററി പോളിസിയിലൂടെ ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോറോയിങ്ങിന്റെ ഡിമാൻഡിനനുസരിച്ച് ഒരുപാട് ആൾക്കാർ ബോറോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത്, ആ എക്കണോമിയിൽ ഒരുപാട് ആൾക്കാർ ബോറോ ചെയ്യുന്നുണ്ടെങ്കിൽ ബോറോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ബോറോ ചെയ്യുന്നതിന്റെ ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. പിന്നെ കുറെ ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ട് ഇക്കണോമിക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. എക്കണോമിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് ഒന്നും വേണ്ടിട്ടോ. ഇക്കണോമിക്സ് ഒക്കെ പറയുമ്പോൾ വളരെ ഡീപ്പായിട്ട് വേറെ കുറെ പഠിക്കാനുണ്ട്. അത്രയ്ക്ക് ഡീപ്പായിട്ട് നമുക്ക് പോകണ്ട. ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലുവൻസ് ആവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇക്കണോമിക് ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ അതിന്റെ റിസ്ക്, ആ സെക്യൂരിറ്റിയിലുള്ള റിസ്ക് കൂടുമ്പോൾ റിട്ടേണും കൂടും, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് റിസ്ക് കൂടുതലാണെങ്കിൽ അതിന് മോർ ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യേണ്ടി വരും. റിസ്ക് കുറവാണെങ്കിൽ ഇൻട്രസ്റ്റ് കുറച്ച് ഓഫർ ചെയ്താൽ മതി. ഇപ്പൊ റിസ്ക്, അടുത്തൊരു ഫാക്ടറാണ് റിസ്ക്. അപ്പോ നമ്മൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതൊരു ഡെപ്റ്റ് എടുത്താലും, അല്ലെങ്കിൽ ഏതൊരു ഡെപ്റ്റ് ഇൻവെസ്റ്റ് ചെയ്താലും അവിടെ വരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലേ? ആ ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇക്കണോമിക് ഇൻട്രസ്റ്റ് റേറ്റ് ഫസ്റ്റ് വൺ, അതിലുള്ള റിസ്ക് സെക്കൻഡ് വൺ, പിന്നെ അവിടെയുള്ള ഡ്യൂറേഷൻ. ഇപ്പൊ ലോൺ എടുക്കുമ്പോൾ ആ ലോണിലുള്ള ഇൻട്രസ്റ്റ് ആണ് ഞാൻ നോക്കുന്നത്. ഞാൻ ലോൺ എടുക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് ലോണിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നോക്കും. ആ ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. അടുത്താണ് ആ ലോൺ എത്ര ഡ്യൂറേഷനിലേക്കാണ് എടുക്കുന്നത്. ഞാൻ ലോങ് ടേമിലേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ എനിക്ക് ലോൺ തരുന്ന ആള് എടുക്കുന്ന റിസ്ക് എന്താ? കൂടുകയാണോ കുറയണോ? ഞാൻ ലോങ് ടേമിലേക്കാണ് ലോൺ എടുക്കുന്നത്, ലോങ് ഡ്യൂറേഷനിലേക്കാണ് ലോൺ എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാളുടെ പൈസ ഒരുപാട് കാലം എന്റെ അടുത്ത് വരണം. അപ്പൊ അത്രയും കാലം കഴിഞ്ഞിട്ട് അയാൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അത്രയും കാലത്തേക്ക് എന്ന് പറയുമ്പോൾ അയാളുടെ പൈസ ഒരുപാട് കാലം എന്റെ അടുത്ത് ലോക്ക്ഡാ. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് പറയും, ഡ്യൂ ടു ഇൻക്രീസ്ഡ് റിസ്ക്. ഇപ്പൊ ഷോർട്ട് ടേം ലോൺസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? ഒരു 6 മാസത്തേക്കൊക്കെയാണ് ലോൺ എടുക്കുന്നത്. ഇൻട്രസ്റ്റിന്റെ റേറ്റ് എന്തായിരിക്കും? ആ ഇൻട്രസ്റ്റിന്റെ റേറ്റ് കുറവായിരിക്കും. ലോങ് ടേം ലോൺസിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും, മറ്റേത് കുറവായിരിക്കും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു സംഭവമുണ്ട്. ലോണിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച്, അതായത് ആ ഡ്യൂറേഷൻ അനുസരിച്ചാണ് റിസ്ക് എടുക്കുന്നത്, ആ റിസ്കിനനുസരിച്ച്. ഓക്കെ, ഇനി ലോണിന്റെ ഡ്യൂറേഷൻ ഉണ്ടെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും കേട്ടോ. എന്തുകൊണ്ടാണ്? ഒരുപാട് ഡ്യൂറേഷനിലേക്കാണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അത് പിന്നെ അതിനനുസരിച്ച് അവർ സേഫ് ആവുന്നുണ്ടാവും. നമ്മൾ വലിയ മോർഗേജ് കൊടുക്കുന്നു, പ്രോപ്പർട്ടി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറയും. ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ആവുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ആവുന്ന ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ്. എക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻവെസ്റ്റ് എടുക്കുന്ന റിസ്ക്, ഡ്യൂറേഷൻ, പിന്നെ ബാങ്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു സംഭവമുണ്ട്. ബാങ്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? ഡെപ്പോസിറ്റും ലോൺ കൊടുത്തിട്ടും ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ടും ബാങ്ക്
എന്റെ അടുത്തേക്ക് ഒരാൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ലോൺ എടുത്തു, അയാൾക്ക് ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, ബോറോവറിന്റെ അടുത്ത് വാങ്ങിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലും ഡെപ്പോസിറ്റർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവും. അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് ആണ് ബാങ്കിന്റെ ലാഭം എന്ന് പറയുന്നത്. ബാങ്ക് ഒരുപാട് ലാഭം എടുക്കുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുകളുടെ തമ്മിൽ ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. ബാങ്ക് ഒരുപാട് ലാഭം എടുക്കുന്നത് എപ്പോഴാണെന്നറിയോ? ബോറോവേഴ്സിന്റെ അടുത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് വാങ്ങിക്കും, ഹൈ ഇൻട്രസ്റ്റ് വാങ്ങിക്കും, ഡെപ്പോസിറ്റ്സിന് കുറച്ച് ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഒരാൾ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറയൂല, അത് ആ ബാങ്ക് എടുക്കുന്ന ലാഭത്തിനനുസരിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ, ഇതിൽ ഏതൊരു പോയിന്റ് പറഞ്ഞാലും ഈ ഒരു കാര്യം, ഈ ഒരു ഫാക്ടർ മാത്രം വെച്ചിട്ടല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ആവുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ആവുമ്പോൾ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി ചില സമയത്ത് ഇതുപോലത്തെ സൈസ് ഉണ്ട്, എടുക്കുന്ന ലോണിന്റെ സൈസ്. ഇപ്പൊ വലിയ ലോണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ കാര്യം കേട്ടോ, വലിയ ലോണ്, വലിയ എമൗണ്ട് ഓഫ് ലോണ്, ഒരുപാട് ഡ്യൂറേഷനിലേക്ക് എന്ന് പറയുമ്പോൾ റിസ്ക് കൂടുന്നതുകൊണ്ട് അത് കാരണം കൂടി ഇൻട്രസ്റ്റ് കൂടും. ബട്ട് ഈ ലോണിന്റെ സൈസ് കൂടുമ്പോൾ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറവാണ്. അതായത് റെഡ്യൂസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ് ലോ സൈസ് കൂടുകയാണെങ്കിൽ. അപ്പൊ റെഡ്യൂസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കാരണം ചെറിയ ചെറിയ 10 ലോൺ, അല്ലെങ്കിൽ 1 ലക്ഷത്തിന്റെ 10 ലോൺ കൊടുക്കുന്നുണ്ട്. 10 ലക്ഷത്തിന് ഒരു ലോൺ കൊടുക്കുമ്പോഴും ഈ 10 ലോൺ കൊടുക്കുമ്പോൾ 10 തവണ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ വരും ബാങ്കിന്. അപ്പൊ ചെറിയ ലോൺ കൊടുക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ, എക്സ്ട്രാ അഡ്മിനിസ്ട്രേഷൻ വരുന്നതും, വലിയ എമൗണ്ടിന്റെ വലിയ ലോൺ കൊടുക്കുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ അത് തീരുകയാണ്. ഇത്രയും എമൗണ്ട് അവിടെ ലോണായിട്ട് പോയി. അപ്പൊ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കുറയുന്ന എപ്പോഴാണ്? സൈസ് വലിയ വലിയ ലോണുകൾ കൊടുക്കുന്നത്. അപ്പൊ വലിയ വലിയ ലോണുകളുടെ റേറ്റ് ഒന്ന് കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. എന്തുകൊണ്ടാ? ആ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു സേവിങ്സ് കാരണമുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് പഠിച്ചു വെക്കരുത്, വലിയ ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും ഈ കാരണം കൊണ്ടെന്ന് പറയാം. ഈ കാരണം മാത്രമല്ല, എല്ലാ കാരണങ്ങളും ഒരുമിച്ച് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വേരി ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് വേരി ചെയ്യും എന്തിനനുസരിച്ച്? ആ ലോണിന്റെ മെച്യൂരിറ്റി അനുസരിച്ച്. ലോണിന്റെ മെച്യൂരിറ്റി അനുസരിച്ച്, ഷോർട്ട് ടേം ലോൺ, ലോങ് ടേം ലോൺ, ആ ലോണിന്റെ മെച്യൂരിറ്റി എത്ര ഇയേഴ്സ് ടു മെച്യൂരിറ്റി എന്ന് പറയും. ഇയേഴ്സ് ടു മെച്യൂരിറ്റി ആണ്, മെച്യൂരിറ്റി ആവാൻ എത്ര ഇയേഴ്സ്, അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ വേരി ചെയ്യും. ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ പഠിക്കാനുണ്ട്, ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ എന്താണ് ഇവിടെ പഠിച്ചത്? ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഡെപ്റ്റ് ക്യാപിറ്റലിന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല പല ഫാക്ടേഴ്സ് ആണ് ഇവിടെ പഠിച്ചത്. ക്ലിയർ ആണോ? 3 ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ ആണ് സർ. ഇനി 8 ടോപ്പിക്കാണ് മെയിൻലി നമ്മൾ പഠിക്കാനുള്ളത്. ദാറ്റ് ഇസ് ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ആൻഡ് അത് വെച്ചിട്ടുള്ള ഒരു കർവ് ഉണ്ട്, ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിനെയാണ് ഈൽഡ് കർവ് എന്ന് പറയുന്നത്. ഈൽഡ് കർവ്, ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഈൽഡ് കർവ്. എന്താണ് ടേം സ്ട്രക്ചർ? ടേം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചു തരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രാഫ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്തൊക്കെയാ കാണിക്കുന്നത്? ഒരു ആക്സിസിൽ ഇയേഴ്സ് ടു മെച്യൂരിറ്റി, ആ ഒരു സെക്യൂരിറ്റിന്റെ, ഡെപ്റ്റ് സെക്യൂരിറ്റിന്റെ ഇയേഴ്സ് ടു മെച്യൂരിറ്റി, മെച്യൂരിറ്റി ആവാൻ വേണ്ടിയിട്ട് എത്ര ഇയേഴ്സ്, ഇയേഴ്സ് ടു മെച്യൂരിറ്റി, അതാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ആക്സിൽ. അപ്പൊ ഇയേഴ്സ് ടു മെച്യൂരിറ്റി കുറവ് എന്ന് പറയുമ്പോൾ അതെന്താ? ഇയേഴ്സ് ടു മെച്യൂരിറ്റി കുറവ് എന്ന് പറയുമ്പോൾ ആ ലോൺ എന്താ? ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ഇയേഴ്സ് ടു മെച്യൂരിറ്റി കുറവ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം. എന്താണ്? ഷോർട്ട് ടേം. ഷോർട്ട് ടേം. കുറഞ്ഞ മെച്യൂരിറ്റി, ഷോർട്ട് ടേം. ഓക്കെ, ഷോർട്ട് ടേം. ഇയേഴ്സ് ടു മെച്യൂരിറ്റി, മെച്യൂരിറ്റി ആവാൻ ഒരുപാട് ഇയേഴ്സ് എടുക്കുന്ന ഡെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ലോങ് ടേം എന്നാണ് പറയുന്നത്. അപ്പൊ ഷോർട്ട് ടേമും ലോങ് ടേമും ആണ് എവിടെ കാണിക്കുന്നത്? ഷോർട്ട് ടേമും ലോങ് ടേമും ആണ് ഏത് ആക്സിസിൽ കാണിക്കുന്നത്? ഷോർട്ട് ടേം ഡെപ്റ്റ് ആണ്, ലോങ് ടേം ഡെപ്റ്റ് അത് എക്സ് ആക്സിസിൽ കാണിക്കും. വൈ ആക്സിസിൽ കാണിക്കുന്നത് ആ സമയത്ത് ആ ഡെപ്റ്റിന്റെ ഹോൾഡർ ഇല്ലേ, ഡെപ്റ്റ് ഹോൾഡറിന്റെ ഈൽഡ് ആണ് അവിടെ കാണിക്കുന്നത്. ഡെപ്റ്റ് ഹോൾഡറിന്റെ ഈൽഡ്, അവർക്ക് എത്ര റിട്ടേൺ വേണം, അവരുടെ എത്ര റിട്ടേൺ വേണം, ഡെപ്റ്റ് ഹോൾഡറിന്റെ ഈൽഡ് ആണ് കാണിക്കുന്നത്. ആ ഡെപ്റ്റ് ഹോൾഡറിന്റെ ഈൽഡ് തന്നെയാണ് എന്ത് വരുന്നത്? ഡെപ്റ്റ് ഹോൾഡറിന്റെ ഈൽഡ് തന്നെയാണ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഡെപ്റ്റ് ഹോൾഡറിന്റെ ഈൽഡ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഹോൾഡറിന്റെ റിട്ടേൺ ഇല്ലേ, അത് തന്നെയാണ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഈ ഗ്രാഫ്, ഓക്കെ, ഇതാണ്, ഇത് രണ്ടും പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിനെയാണ് ഈൽഡ് കർവ് എന്ന് പറയുന്നത്.
ഈ ടോപ്പിക്കാണ് ടേം സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. വൈ ആക്സിൽ ഇൻട്രസ്റ്റ് റേറ്റും എക്സ് ആക്സിസിൽ ഇയേഴ്സ് ടു മെച്യൂരിറ്റിയും. ഇപ്പൊ എന്താണ് ടേം സ്ട്രക്ചർ? ടേം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഹൗ yield റിട്ടേൺ ഓൺ എ സെക്യൂരിറ്റി, ലൈക്ക് ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റിന്റെ റിട്ടേൺ ചേഞ്ചസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ഹൗ ലോങ് അൺടിൽ ഇറ്റ് മെച്യൂർ. അത് മെച്യൂർ ആവാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതിനനുസരിച്ച് അത് നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. yield vs ഇയേഴ്സ് ടു മെച്യൂരിറ്റി. yield വൈ ആക്സിലും yield നമ്മൾ വൈ ആക്സിസിലും ഇയേഴ്സ് ടു മെച്യൂരിറ്റി നമ്മൾ എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് കർവ് കിട്ടും? yieldന്റെ കർവ് കിട്ടും. ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ മാനേജേഴ്സ് ഈ yield കർവുകളൊക്കെ ആ സമയത്തുള്ള ബോണ്ടിന്റെ അവിടെയുള്ള ബോണ്ടിന്റെ എക്സിസ്റ്റിംഗ് yield കർവുകൾ നമ്മൾ നോക്കും. ഓരോ സമയത്ത് yield കർവ് ഡിഫറെന്റ് ആയിരിക്കും. ആ yield കർവ് പല പല രീതിയിലുണ്ടെന്നുള്ളത് നമ്മൾ താഴെ പറയുന്നുണ്ട്. ഇപ്പൊ yield കർവ് എങ്ങനെയാ? അപ്വേർഡ് സ്ലോപ്പിംഗ് നോർമൽ yield കർവ് ഉണ്ട്, ഇൻവേർട്ടഡ് yield കർവ് ഉണ്ട്, അങ്ങനെ പല പല yield കർവുകൾ വരും. ആ yield കർവ് നോക്കിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമോ കുറയോ എന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. yield കർവ് ആ സമയത്ത് yield കർവ് എന്താണോ ആ yield കർവ് നോക്കിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിൽ എന്തായിരിക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് പറ്റില്ല, അത് yield കർവ് പഠിക്കാം, എന്നിട്ട് ഞാൻ പ്രഡിക്ഷൻ പറഞ്ഞുതരാം. ഓക്കെ, yield കർവ് നോക്കിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് yield കർവ് എന്താന്ന് പറയണ്ടേ? yield കർവ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ബേസ്ഡ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആട്ടോ. ഗവൺമെന്റിന്റെ ഷോർട്ട് ടേം ലോങ് ടേം ബേസ് ചെയ്തിട്ടാണ് yield കർവ് വരിക. ആ yield കർവ് എന്താണോ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫൈനാൻഷ്യൽ മാനേജേഴ്സിന് ഇൻട്രസ്റ്റ് റേറ്റ്, എക്കണോമിക് ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പറയട്ടെ? യെസ് സർ. ആദ്യത്തെ ഒരു yield കർവിനെ അവിടുത്തെ yield കർവ് എന്താണ് എന്ന് പ്രെഡിക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ആദ്യത്തെ രണ്ടെണ്ണം ആട്ടോ മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇസ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഫോർ ദെയർ ഫണ്ടിന്റെ ലിക്വിഡിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഞാൻ ലോങ് ടേമിലേക്ക് ലോൺ കൊടുക്കുന്നു, ഷോർട്ട് ടേമിലേക്ക് ലോൺ കൊടുക്കുന്നു. എപ്പോഴാണ് എന്റെ ഇറക്കിയ പൈസ പെട്ടെന്ന് തിരിച്ചിട്ടോ? ഷോർട്ട് ടേമില് ലോൺ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. ലോങ് ടേമിൽ ലോൺ കൊടുക്കുന്ന സമയത്ത് എന്റെ പൈസ ഒരുപാട് ടൈമിലേക്ക് അവിടെ ലോക്കാണ്. അപ്പൊ എവിടെയാണ് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കുന്നത്? ലോങ് ടേമില് ലോങ് ടേമിൽ കൂടുതൽ റിസ്ക് എടുക്കുന്നു. ഷോർട്ട് ടേം ഡെപ്റ്റിന്റെ റിസ്ക് കുറവാണ്. ഷോർട്ട് ടേമിൽ എന്താണ് റിസ്ക് കുറവാണ്? ബിക്കോസ് ഷോർട്ട് ടേം ലോൺസ് എന്തായിരിക്കും, ഷോർട്ട് ടേം ഡെപ്റ്റ് എന്തായിരിക്കും? മോർ ലിക്വിഡ് ആണ്. ഇപ്പൊ അവിടുത്തെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് മോർ റിട്ടേൺ വേണ്ടി വരും. എപ്പോ? ഷോർട്ട് ടേം ബോൺസിലാണോ ലോങ് ടേം ബോൺസിലാണോ? ലോങ് ടേം ബോൺസിൽ. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിന് മോർ റിട്ടേൺ വേണ്ടി വരും ലോക്കിംഗ് ദെയർ മണി ഇൻ ലോങ് ടേം ബോൺസ്. അപ്പൊ ഷോർട്ട് ടേം ബോൺസിന് എന്തായിരിക്കും? ഫോർ ഷോർട്ട് ടേം yield എന്തായിരിക്കും? റിട്ടേൺ മോർ റിട്ടേൺ ആണോ ലെസ് റിട്ടേൺ ആണോ? ലെസ് റിട്ടേൺ മതി. ഇതാണ് ഏത് തിയറി പറയുന്നത്? ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പറയുന്നത്. ഷോർട്ട് ടേമിന് ലെസ് റിട്ടേൺ, ലോങ് ടേം ബോണ്ടുകൾക്ക് ലെസ് റിട്ടേൺ, ലോങ് ടേം ബോണ്ടുകൾക്ക് മോർ റിട്ടേൺ എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യണം. ഷോർട്ട് ടേം ബോണ്ടുകൾക്ക് ലെസ് റിട്ടേൺ അല്ല, ഇവിടെ ഹൈ റിട്ടേൺ അല്ല, ലെസ് റിട്ടേൺ. ലോങ് ടേം ബോണ്ടുകൾക്കോ മോർ റിട്ടേൺ. ഷോർട്ട് ടേമിന് ലെസ്, പിന്നെ ലോങ് ടേം ആവുന്നതിനനുസരിച്ച് റിട്ടേൺ കൂടും. അപ്പൊ ഇങ്ങനെ ഒരു yield കർവ് ആയിരിക്കും വരും. ഒരു കർവാണ് yield കർവ്. ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഞാൻ വരച്ച കർവിനെ പറയുന്ന പേരാണ് നോർമൽ yield കർവ് എന്ന് പറയും. എന്താ പറയാ? നോർമൽ yield കർവ് എന്ന് പറയും. അപ്പൊ ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും പറയാണ് ഒരു എക്കണോമിയിൽ നോർമൽ yield കർവ് ആണെന്ന് പറയുമ്പോൾ ആ yield കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇൻക്രീസിംഗ് ആയിരിക്കോ ഡിക്രീസിംഗ് ആയിരിക്കോ നോർമൽ yield കർവ്?
ഇൻക്രീസിങ്. ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് എങ്ങനെയായിരിക്കും? ഇൻക്രീസിംഗ് ആയിരിക്കും. അപ്പൊ എവിടെയാണോ നിങ്ങൾ നോർമൽ yield കർവ് എന്ന് പറയുന്നത്, ആ നോർമൽ yield കർവ് എന്താണ്? അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. നോർമൽ yield കർവ് എന്തായിരിക്കും? നോർമൽ yield കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അപ്പൊ നോർമൽ yield കർവ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കേ, നോർമൽ yield കർവ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയാണ്. ഓക്കെ, നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയാണ് yield curve is നോർമൽ എന്ന് പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഡെപ്റ്റിന് എന്തായിരിക്കും? ലോങ് ടേം ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? ലോങ് ടേം ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ലോങ് ടേമിൽ ഡെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? നോർമൽ കൂടുതലായിരിക്കും. ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. ഷോർട്ട് ടേം ഡെപ്റ്റിന് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഷോർട്ട് ടേം ഡെപ്റ്റിന് കുറവായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആയിരിക്കും. നോർമൽ yield കർവ് ആണ് എന്നാണ് ആ ഒരു എക്കണോമിയിലെ സിറ്റുവേഷൻ എങ്കിൽ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ലോൺ എടുക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടാണ് ഈ ലോങ് ടേമിൽ ലോൺ എടുക്കണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഈ കാര്യം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, yield കർവ് നോർമൽ ആവുന്ന സിറ്റുവേഷൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് തിയറി വെച്ചിട്ടാ? നോർമൽ yield കർവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് തിയറി വെച്ചിട്ടാ? ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. എല്ലാ സമയത്തും നോർമൽ yield കർവ് ഒന്നായിരിക്കും കേട്ടോ. എക്സ്പെക്ടേഷൻസ് വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. എക്സ്പെക്ടേഷൻസ് തിയറി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എക്സ്പെക്ടേഷൻസ് തിയറി അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് എഫക്ട് ഉണ്ട്. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി അല്ലാതെ എക്സ്പെക്ടേഷൻസ് കാരണം yield കർവ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻസ് എഫക്ട് ഇത്രയേ ഉള്ളൂ. എക്സ്പെക്ടേഷൻസ് തിയറി ഞാൻ ഇവിടെ പറയാം. ഇവിടെ താഴെ പറയാം. എക്സ്പെക്ടേഷൻസ് തിയറി പറയുന്നത് ഡെപ്റ്റ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻസ് ഓൺ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ്. ഫ്യൂച്ചറിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും എന്നുള്ളതിന്റെ എക്സ്പെക്ടേഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ എക്സ്പെക്ടേഷൻ വരും ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ? ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്നുള്ള എക്സ്പെക്ടേഷൻ വരും, കുറയും എന്നുള്ള എക്സ്പെക്ടേഷൻ വരും. ഇൻവെസ്റ്ററുടെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാവാം? എക്സ്പെക്ടേഷൻസ് മേ ബി രണ്ട് എക്സ്പെക്ടേഷൻ വരാം. ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ. രണ്ട് എക്സ്പെക്ടേഷൻ വരാം. ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്നുള്ള എക്സ്പെക്ടേഷൻ വരാം, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നുള്ള എക്സ്പെക്ടേഷൻ വരാം. രണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും കർവ് നോക്കാം നമുക്ക്. ഇൻട്രസ്റ്റ് റേറ്റ് ഇനി ഫ്യൂച്ചറിൽ കൂടാൻ വേണ്ടി പോവാണ്. അവരുടെ എക്സ്പെക്ടേഷൻ എന്താ? ഞാൻ എക്സ്പെക്ട് ചെയ്യാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇനി കൂടാൻ പോവാ, ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ വേണ്ടി പോവാം. അപ്പൊ ഞാൻ ഏതാ പ്രിഫർ ചെയ്യാം? ഞാൻ ഇൻവെസ്റ്ററാണ്. ഞാൻ ലോങ് ടേമിൽ ലോങ് കൊടുക്കുന്നതാണോ പ്രിഫർ ചെയ്യാം, ഷോർട്ട് ടേമിൽ ലോങ് കൊടുക്കുന്നതാണോ പ്രിഫർ ചെയ്യാം? ഇപ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ ഇനി കൂടാൻ പോവായിരിക്കും, ലോങ് അടുത്ത ടേമില് മാസങ്ങളൊക്കെ ആയിട്ട് കൂടാൻ പോവാം. ലോങ് ടേമിലേക്ക് ലോൺ കൊടുക്കുന്നതാണോ ഞാൻ പ്രിഫർ ചെയ്യാം, ഷോർട്ട് ടേമിലേക്ക് ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ പ്രിഫർ ചെയ്യാം? ഇൻട്രസ്റ്റ് റേറ്റ് ഇനി ലോങ് കൂടുന്നതാണെങ്കിൽ ടേം ഡെപ്റ്റില് ആണോ? ഞാൻ ലോങ് ടേമിന് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ലോങ് ടേമിലേക്ക് ലോങ് ടേം ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ ലോങ് ടേമിലേക്ക് എന്റെ ഫണ്ട് ലോക്ക് ആയില്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ കൂടുന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഏതാ പ്രിഫർ ചെയ്യാന്നറിയോ? ലോങ് ടേം ആയിരിക്കും.
എനിക്കിങ്ങനെ ആ കൂടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണം, ആ കൂടുന്ന ഇൻട്രസ്റ്റ് റേറ്റിന്റെ ബെനിഫിറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഷോർട്ട് ടേം, 1 മാസത്തേക്ക് 2 മാസത്തേക്ക് അങ്ങനെയൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ 1 മാസം കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കൂടും, അപ്പൊ എനിക്ക് കൂടുതൽ ആ ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്നാണെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്നാണെങ്കിൽ പ്രിഫർ ചെയ്യുന്ന ഏതാണെന്നറിയോ? പ്രിഫർ ചെയ്യുന്ന ഏതാ? നോട്ട് പ്രിഫർ, പ്രിഫർ ചെയ്യാത്തത് ഏതാന്നുള്ളത്, ഇൻവെസ്റ്റർ പ്രിഫർ ചെയ്യുന്നത് ഏതാ? നോട്ട് പ്രിഫർ ചെയ്യുന്നത് ഏതാ? പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? നോട്ട് പ്രിഫർ, പ്രിഫർ ചെയ്യാത്തത് ഏതാ? പ്രിഫർ ചെയ്യുന്ന ഏതാണെന്നറിയോ? ഷോർട്ട് ടേം ആണ് പ്രിഫർ ചെയ്യാൻ. ഷോർട്ട് ടേം ഡെപ്റ്റ് ആണ് പ്രിഫർ ചെയ്യാൻ. ഷോർട്ട് ടേം ഡെപ്റ്റ് ആണ് പ്രിഫർ ചെയ്യുക ഇൻവെസ്റ്റർ. ഏത് പ്രിഫർ ചെയ്യൂല? ലോങ് ടേം ഡെപ്റ്റ് പ്രിഫർ ചെയ്യൂല. എന്തുകൊണ്ടാ ലോങ് ടേം പ്രിഫർ ചെയ്യാന്ന് അറിയോ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വെറുതെ പോയിട്ട് എന്ത് ചെയ്യൂല, അയാൾ അവരുടെ പൈസ 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലോങ് ടേം ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെ അത്രയും വർഷം കിട്ടുള്ളൂ. ബട്ട് ഷോർട്ട് ടേമിലേക്കാണ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആ ഷോർട്ട് ടേമിലേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ, എനിക്ക് ആ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഏതാണ് അവർ പ്രിഫർ ചെയ്യുന്നത്? ഷോർട്ട് ടേം ആണ് പ്രിഫർ ചെയ്യുക, ലോങ് ടേം പ്രിഫർ ചെയ്യൂല. ഇതൊക്കെ ഏത് എക്സ്പെക്ടേഷനിലാണിത്? ഏത് എക്സ്പെക്ടേഷനിലാ? ഇൻട്രസ്റ്റ് ഏതാണ് റേറ്റ് എക്സ്പെക്ടേഷൻ? കൂടുന്നുള്ള. ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ. ഷോർട്ട് ടേം ഡെപ്റ്റ് പ്രിഫർ ചെയ്യും, ലോങ് ടേം പ്രിഫർ ചെയ്യൂല. അപ്പൊ പ്രിഫർ ചെയ്യുന്നിടത്ത് റിസ്ക് എന്താണ്? പ്രിഫർ ചെയ്യുന്നിടത്ത് റിസ്ക് എന്താണ് അവർക്ക്? കുറവാണോ കൂടുതലാണോ അവരെടുക്കുന്ന റിസ്ക്? കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവരിത് അവരെന്തുകൊണ്ടാ പ്രിഫർ ചെയ്യുന്നത്? അതൊന്നും കൂടെ സേഫ് ആണെന്നുള്ളത്. എനിക്ക് ആ കൂടുന്നതാണ് എക്സ്പെക്ടേഷൻ, ആ കൂടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടട്ടെ. അപ്പൊ അവിടെ ആ കൂടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടട്ടെ എന്നുള്ളതാണ് അവരെ പ്രിഫർ ചെയ്യുന്നത്. ഒന്നും കൂടെ ഇത് സേഫ് ആയതുകൊണ്ടാണ്. ഇത് സേഫ് ആയതുകൊണ്ടാണ് ആ കൂടുന്ന ലാഭം ഉണ്ടായിക്കോട്ടെ. ബട്ട് ഇവിടെ എന്താണ്? റിസ്ക് ആണ്. എവിടെ റിസ്ക്? ലോങ് ടേമിലേക്കാണ് പൈസ ഹോൾഡ് ആവുകയാണ്. ലോങ് ടേമിലേക്ക് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ അങ്ങോട്ട് ഹോൾഡ് ആവും. അപ്പൊ എവിടെയായിരിക്കും അവർ കൂടുതൽ റിട്ടേൺ റിക്വയർ ചെയ്യുക? റിസ്ക് ഉള്ളിടത്തല്ലേ കൂടുതൽ റിട്ടേൺ റിക്വയർ ചെയ്യുക. റിസ്ക് ഉള്ളിടത്ത് എന്തായിരിക്കും? യെസ്. ഹയർ റിട്ടേൺ. ഹയർ റിട്ടേൺ. റിസ്ക് സേഫ് ആയിട്ടുള്ളിടത്ത് ലോവർ റിട്ടേൺ. ലോവർ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്. ഹയർ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? കൂടുതൽ. ഇതായിരിക്കും ഏത് സിറ്റുവേഷൻ? ഏത് എക്സ്പെക്ടേഷൻ? എക്സ്പെക്ടേഷൻ ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് റൈസ്. റൈസസ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുള്ള എക്സ്പെക്ടേഷൻ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുള്ള എക്സ്പെക്ടേഷൻ. നോക്കിക്കേ, ഷോർട്ട് ടേമിന് എന്താന്ന് പറ? ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്. ലോങ് ടേമിനോ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ. ഇത് രണ്ടും വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക? ഷോർട്ട് ടേമിന് കുറവ്. ഷോർട്ട് ടേമിന് കുറവല്ലേ? ഷോർട്ട് ടേമിന് കുറവ് അല്ലേ? ഷോർട്ട് ടേമിന് കുറവ്. ലോങ് ടേമിനോ? കൂടുതൽ. അപ്പൊ ഈ ഗ്രാഫ് എന്ത് ഗ്രാഫ് തന്നെ ആയിരിക്കും? ഈ കേസിലുള്ള ഗ്രാഫ് എന്ത് തന്നെ ആയിരിക്കും? എക്സ്പെക്ടേഷൻ ഇസ് ഇൻട്രസ്റ്റ് റേറ്റ് റൈസ്. ആ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ പോവുകയാണെന്നുള്ള എക്സ്പെക്ടേഷനാണ്. അപ്പൊ അവര് പ്രിഫർ ചെയ്യുന്ന ഏതായിരിക്കും? ദേ വിൽ പ്രിഫർ ഷോർട്ട് ടേം ഡെപ്റ്റ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഷോർട്ട് ടേം ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ലോങ് ടേം ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് ആണ്. അപ്പോൾ ഷോർട്ട് ടേം ഡെപ്റ്റിന് ലോവർ റിട്ടേൺ ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുക. ലോങ് ടേം ഡെപ്റ്റിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യും. ലോങ് ടേം ഡെപ്റ്റിൽ എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യുക? ഹയർ റിട്ടേൺ തരികയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് തരികയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമെന്നാണെങ്കിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വേണം. ഷോർട്ട് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് മതി, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നില്ല. അപ്പൊ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓട്ടോമാറ്റിക്കലി ഷോർട്ട് ടേമിൽ അതിങ്ങനെ മെച്ചൂർ ആകുമ്പോൾ കിട്ടിക്കോളും. അപ്പൊ ഷോർട്ട് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്, ഷോർട്ട് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്, ഷോർട്ട് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്, ലോങ് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ. അപ്പൊ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഈൽഡ് കർവ് എങ്ങനെയായിരിക്കും? അപ്വേർഡ് സ്ലോപ്പിംഗ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ഈൽഡ് കർവ് ആയിരിക്കും. അപ്വേർഡ് സ്ലോപ്പിംഗ് ഈൽഡ് കർവ് ആയിരിക്കും. അപ്പൊ നിങ്ങളോട് ചോദിക്കാതായിരിക്കും, എക്സ്പെക്ടേഷൻ എഫക്റ്റിലും എന്ത് എക്സ്പെക്ടേഷൻ അവിടെ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുള്ള എക്സ്പെക്ടേഷൻ ആണോ കുറയുന്നുള്ള എക്സ്പെക്ടേഷൻ ആണോ?
കൂടുന്നുള്ള എക്സ്പെക്ടേഷൻ. കൂടുന്നുള്ള എക്സ്പെക്ടേഷൻ. അപ്പോ കൂടുന്നുള്ള എക്സ്പെക്ടേഷനിൽ ഷോർട്ട് ടേമിന് റിട്ടേൺ കുറവും ലോങ് ടേമിന് കൂടുതൽ റിട്ടേൺ വേണ്ടി വരും. അപ്പൊ എന്ത് ഗ്രാഫ് തന്നെ ആയിരിക്കും? അപ്വേർഡ് സ്ലോപ്പിംഗ് ഗ്രാഫ് തന്നെ ആയിരിക്കും. അപ്വേർഡ് സ്ലോപ്പിംഗ് yield curve തന്നെ ആയിരിക്കും. ഇതാണ് ഇവിടെ പറയുന്നത്, ഈ പോയിന്റ് പറയുന്നത്. അതായത് എക്സ്പെക്ടേഷൻസ് തിയറിയിൽ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ കർവ് എങ്ങനെയായിരിക്കും? yield curve എങ്ങനെയായിരിക്കും? അപ്വേർഡ് കർവ് ആയിരിക്കും. എന്ത് കർവ് ആയിരിക്കും? അപ്വേർഡ് കർവ് ആയിരിക്കും. അപ്പൊ അപ്വേർഡ് കർവ് എവിടെയൊക്കെ വരാം? ഏതൊക്കെ സിറ്റുവേഷനിലാണ് അപ്വേർഡ് കർവ് വരാന്ന് അറിയോ? അപ്വേർഡ് കർവ് വരുന്നത് ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുള്ള എക്സ്പെക്ടേഷനിലും ലിക്വിഡിറ്റി പ്രിഫറൻസിലും. മനസ്സിലായോ? ലിക്വിഡിറ്റി പ്രിഫറൻസിലും ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുള്ള എക്സ്പെക്ടേഷൻ ഉള്ള സമയല്ലേ, ആ രണ്ട് സിറ്റുവേഷനിലും കർവ് എന്തായിരിക്കും? yield curve എന്തായിരിക്കും? നോർമൽ yield curve. നോർമൽ yield curve ആയിരിക്കും. അപ്വേർഡ് സ്ലോപ്പിംഗ് yield curve അല്ലെങ്കിൽ നോർമൽ yield curve ആയിരിക്കും. ഇതുവരെ നോർമൽ മാത്രം കണ്ടുകൊണ്ടാണ് ഇപ്പൊ നിൽക്കൊരു കിട്ടാത്തത്. അടുത്ത കേസ് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അടുത്ത yield curve കൂടെ മനസ്സിലാവും. അടുത്ത്, എപ്പോഴും ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുള്ള എക്സ്പെക്ടേഷൻ മാത്രമാണോ? അല്ല, കുറയുന്നുണ്ടാവും. കുറയുന്നുള്ള എക്സ്പെക്ടേഷൻ. ഇൻട്രസ്റ്റ് റേറ്റ് ഇനി കുറയാൻ പോവാ. എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ പോവാ. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ അവരേതായിരിക്കും പ്രിഫർ ചെയ്യാം? ഏതായിരിക്കും അവർ പ്രിഫർ ചെയ്യാം? എവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവർ പ്രിഫർ ചെയ്യാം? ഇൻട്രസ്റ്റ് റേറ്റ് ലോങ് കുറയും ടേമില് എന്നാണെങ്കിൽ അവര് പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? പ്രിഫർ ചെയ്യാത്തത് ഏതാണ്? അവർ പ്രിഫർ ചെയ്യുന്നത് ഏതായിരിക്കും അറിയോ? ഈ ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ പോവാന്ന് പറയുമ്പോൾ അവർക്ക് സേഫ് ഏതാ? ലോങ് ടേം ഡെപ്റ്റ് ആണോ സേഫ്? ഷോർട്ട് ടേം ഡെപ്റ്റ് ആണോ സേഫ്? ലോങ് ടേം. അവർക്ക് സേഫ് ഏതാണെന്നറിയോ? ലോങ് ടേം ഡെപ്റ്റ് ആണ് അവർക്ക് സേഫ്. കാരണം ലോങ് ടേമിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിന്റെ നഷ്ടം ഞാൻ സഹിക്കണ്ടല്ലോ. ഷോർട്ട് ടേമിൽ ഷോർട്ട് ടേം ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെച്ചൂരിറ്റി കഴിയുമ്പോൾ വീണ്ടും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ എനിക്ക് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ റിസ്ക് ഏതാ? ഷോർട്ട് ടേം ഡെപ്റ്റ് എന്താണ്? റിസ്ക് ആണ്. ഏതാണോ സേഫ് അവിടെ എന്തായിരിക്കും? അവിടുത്തെ റിട്ടേൺ എന്തായിരിക്കും? ലോ റിട്ടേൺ. സേഫ് ആണെങ്കിൽ ലോവർ റിട്ടേൺ. എവിടെയാണോ റിസ്ക് ഉള്ളത് അവിടെ എന്തായിരിക്കും? ഹയർ റിട്ടേൺ. ലോവർ റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്. ഹയർ റിട്ടേൺ എന്ന് പറയുമ്പോൾ ആ റേറ്റ് എന്താണ്? അവരുടെ റിട്ടേൺ ആയ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? കൂടുതൽ. ഇവിടെ നേരെ തലതിരിഞ്ഞ് ലോങ് ടേം ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്, ഷോർട്ട് ടേം ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ. ഇങ്ങനെയായിരിക്കും yield curve വരിക. yield curve എങ്ങനെ വരിക? ഇവിടുത്തെ yield curve ഒന്ന് വരക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. ഷോർട്ട് ടേം, ലോങ് ടേം വരക്കുമ്പോൾ ലോങ് ടേമിന് എന്താന്ന് പറ? ലോങ് ടേമിന് എന്താ? ഇൻട്രസ്റ്റ് കുറവാണ്. ഇൻട്രസ്റ്റ് കുറവ്. അപ്പൊ ലോങ് ടേമിന് ഇൻട്രസ്റ്റ് കുറവ്, ലോങ് ടേമിന് ഇൻട്രസ്റ്റ് കുറവ്, ഷോർട്ട് ടേമിന് ഇൻട്രസ്റ്റ് കൂടുതൽ. കൂടുതൽ. ഷോർട്ട് ടേമിന് ഇൻട്രസ്റ്റ് കൂടുതൽ. അപ്പൊ എങ്ങനെയായിരിക്കും? നോർമൽ yield curve ആണോ? അല്ല, നോർമൽ താഴേക്ക്. yield curve അല്ല, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് yield curve is, ഈ കേസിലാണെങ്കിൽ yield curve is ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻവേർട്ടഡ് yield curve എന്നാണ് ഇതിനെ പറയാം. ഇൻവേർട്ടഡ് yield curve ആണെന്നാണ് പറയാം. അപ്പൊ നിങ്ങളോട് പറയാണ് ഒരു എക്കണോമിയിലെ yield curve ഇൻവേർട്ടഡ് ആണ്. yield curve is inverted. എപ്പോഴാ yield curve ഇൻവേർട്ടഡ് ആവുക? തിരിച്ചു വയ്ക്കും. yield curve എപ്പോഴാ ഇൻവേർട്ടഡ് ആവുക? ഏത് എക്സ്പെക്ടേഷനിലാണെന്ന് ചോദിക്കും. എപ്പോഴാണ് yield curve ഇൻവേർട്ടഡ് ആവുക? ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നുള്ള എക്സ്പെക്ടേഷനിൽ.
ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നുള്ള എക്സ്പെക്ടേഷൻ. ഓക്കെ, അപ്പോ നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും പറയാം, എന്ത് ആ എക്കണോമിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻ ഇൻവേർട്ടഡ് yield curve is expected എന്ന് പറയും. അപ്പൊ ആ ഒരു കമ്പനി, ഓക്കെ, ഇങ്ങനെ പറയാം, yield curve നോർമൽ ആണെന്നല്ല, yield curve is ഇൻവേർട്ടഡ്. yield curve is ഇൻവേർട്ടഡ് എന്ന് പറയുകയാണെങ്കിലോ, yield curve ഇൻവേർട്ടഡ് ആണെങ്കിൽ ലോങ് ടേം ഡെപ്റ്റിന് എന്താ, ലോങ് ടേം ഡെപ്റ്റിന് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ? ഇൻവേർട്ടഡ് yield curve, ലോ റിട്ടേൺസ് ആണോ? ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. ഷോർട്ട് ടേം ഡെപ്റ്റിനോ, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അപ്പൊ yield curve ഇൻവേർട്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, yield curve ആ എക്കണോമിയിൽ yield curve ഇൻവേർട്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കമ്പനി ഏത് പ്രിഫർ ചെയ്യും? ലോങ് ടേം ഡെപ്റ്റ് ആണോ ഷോർട്ട് ടേം ഡെപ്റ്റ് ആണോ പ്രിഫർ ചെയ്യാം? ആ സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ കമ്പനി ഡെപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്ററുടെ കേസ് അല്ല, ഇൻവെസ്റ്റേഴ്സ് സേഫ് ആയിട്ട് തോന്നുന്നത് ഏതാണ്? ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നുള്ള എക്സ്പെക്ടേഷൻ ഇൻവെസ്റ്റേഴ്സിനുള്ളിലുണ്ടായത്. ഇൻവെസ്റ്റേഴ്സിനുള്ളിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നുള്ള എക്സ്പെക്ടേഷൻ. ആ എക്സ്പെക്ടേഷൻ കാരണം ലോങ് ടേം അവർക്ക് സേഫ് ആയതുകൊണ്ട് തന്നെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് അവർ പറയും. ആ ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെപ്റ്റ് എടുക്കാൻ പറ്റും. അപ്പൊ ഫൈനാൻഷ്യൽ മാനേജേഴ്സിന്, നമ്മൾ കമ്പനി പെർസ്പെക്ടീവില് ഫൈനാൻഷ്യൽ മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഡെപ്റ്റ് എടുക്കുന്നതിന് മുന്നേ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും എന്ന് പ്രഡിക്ട് ചെയ്യാൻ yield curve യൂസ് ചെയ്യാം. അപ്പൊ ഫൈനലി കുറച്ച് മാത്രം പഠിച്ചാൽ മതി. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ നോർമൽ yield curve അപ്വേർഡ് സ്ലോപ്പിംഗ്. ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻസ് തിയറി ഉണ്ട്. എക്സ്പെക്ടേഷൻ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് കൂടും എന്നാണെങ്കിൽ നോർമൽ yield curve, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്ന എക്സ്പെക്ടേഷൻ ആണെങ്കിൽ ഇൻവേർട്ടഡ് yield curve. അപ്പൊ നോർമൽ yield curve ആണെങ്കിൽ എന്ത്, ഇൻവേർട്ടഡ് yield curve ആണെങ്കിൽ എന്ത് എന്നുള്ളത്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു പറയുന്നത് എപ്പോഴാണെന്നുള്ളത് നിങ്ങൾക്കൊന്നും അറിയണം. ഈ ലിക്വിഡിറ്റി പ്രിഫറൻസും ഈ ഒരു എന്താ പറയാ ഇൻവേർട്ടഡ് എക്സ്പെക്ടേഷൻസ് തിയറിയാണ് നാം നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത്. ഇതാണ് അടുത്ത പോയിന്റ്. ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആർ എക്സ്പെക്ടഡ് ടു ഫോൾ, ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്യുന്നുള്ള, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നുള്ള എക്സ്പെക്ടേഷൻ ആണെങ്കിൽ കർവ് എന്തായിരിക്കും? ഇൻവേർട്ടഡ് കർവ് അല്ലെങ്കിൽ ഫോളിംഗ് കർവ് എന്നാണ് പറയാം. ഇത് പഠിച്ചു വെച്ചാൽ മതി, MCQ-ലൊക്കെ ചോദിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ ഈ രണ്ട് തിയറി? ക്ലിയർ ആണ് സർ. ഇതാണ് രണ്ട് തിയറി. ഇതാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ നോർമൽ yield curve എങ്ങനെയാണ്, എക്സ്പെക്ടേഷൻസ് തിയറിയിൽ ഇൻവേർട്ടഡ് yield curve ഇങ്ങനെ കുറയുന്ന എപ്പോഴായിരിക്കും? ഈ ഗ്രാഫ് നോക്കണം കേട്ടോ, കർവ് ആയിരിക്കും. കുറയുന്ന എപ്പോഴായിരിക്കും? ഏത് എക്സ്പെക്ടേഷനിലാന്ന് പറ? വാട്ട് ഇസ് ദ എക്സ്പെക്ടേഷൻസ്? ഇൻട്രസ്റ്റ് റേറ്റ് ഫാൾ ചെയ്യും എന്നുള്ളത്. യെസ്, ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ഫോൾ എന്നുള്ള എക്സ്പെക്ടേഷൻ, ആ ഒരു എക്സ്പെക്ടേഷനിൽ. ഓക്കെ, ഈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ, അല്ലെങ്കിൽ ഇത് പിന്നെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. മാർക്കറ്റ് സെഗ്മെന്റേഷനും അടുത്തതും അങ്ങനെ ഇത്ര ഇതായിട്ട് പഠിക്കണ്ട. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഓർ പ്രിഫേർഡ് ഹാബിറ്റഡ് തിയറി എന്ന് പറയും. ഓക്കെ, പ്രിഫേർഡ് ഹാബിറ്റഡ് എന്താണെന്ന് പറയാനുള്ള ആ പോയിന്റുകൾ മനസ്സിലാക്കി വെച്ചാൽ മതി. മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി അല്ലെങ്കിൽ പ്രിഫേർഡ് ഹാബിറ്റഡ് തിയറി, ഇത്രയേ ഉള്ളൂ. കുറച്ച് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരുപോലെയല്ല. പല പല ഇൻവെസ്റ്റേഴ്സിനും പല പല സെക്യൂരിറ്റീസ് ആണ് വേണ്ടത്. ഇതൊക്കെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിനുള്ള കേസാണ് പറയുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള yield എന്താണെന്നുള്ളതാണ് yield curve പറയുന്നത്. അപ്പോ ഈ ഗവൺമെന്റിന്റെ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. ഈ പല പല ബാങ്കുകളും ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഏതാ വേണ്ടത്? ഈ ബാങ്കിനൊക്കെ എങ്ങനത്തെ ഡെപ്റ്റാ വേണ്ടത്? ബാങ്കിനൊക്കെ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ് വേണ്ടത്. ബാങ്കുകൾക്കൊക്കെ ഏതാ പറ്റുക?
ബാങ്കുകൾക്കൊക്കെ ഏതാണ് പറ്റുക? ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ് പറ്റുക. പെൻഷൻ ഫണ്ട്സ് ഒക്കെ പോലത്തെ ആൾക്കാർ ഇങ്ങനത്തെ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പെൻഷൻ ഫണ്ട്സ് എല്ലാ ഫണ്ടും കൂടെ പോയിട്ട് ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പെൻഷൻ ഫണ്ട്സ് ഒക്കെ പോലത്തെ റെഗുലർ ഇൻകം, കോൺസ്റ്റന്റ് റെഗുലർ ആയിട്ടുള്ള ഇൻകം വേണ്ട ആൾക്കാരാണെങ്കിൽ അവരൊന്നും കൂടെ ലോങ് ടേം ബോണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ലോങ് ടേം ബോണ്ടുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോ മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി അല്ലെങ്കിൽ പ്രിഫേർഡ് ഹാബിറ്റഡ് തിയറി പറയുന്നത് ഒരു ഈൽഡ് കർവ് എന്ന് പറയുന്നത് ഭയങ്കര കണ്ടിന്യൂയിങ് ഈൽഡ് കർവ് ആയിരിക്കില്ല. ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂയിങ് ഈൽഡ് കർവ് ആയിരിക്കും. ഒരേ ആൾക്കാരുടെ ഈൽഡ് കർവ് ആയിരിക്കില്ല. ഇപ്പൊ ഷോർട്ട് ടേം ഒക്കെ വരുന്നത് ചിലപ്പോൾ ഈൽഡ് കർവ് ഇപ്പൊ ഇവിടുത്തെ ഈ പേഴ്സൺ ഇത്ര ചെറുതായിട്ട് കാണുന്നുണ്ടോ. ഒരു ഷോർട്ട് ടേമിലേക്ക്, ഇതാണല്ലോ ഷോർട്ട് ടേം. ഷോർട്ട് ടേം ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആരാന്നാ പറഞ്ഞത്? നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിളിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ബാങ്കുകൾ. ബാങ്കുകളുടെ ഈൽഡ് കർവ് ആയിരിക്കും ഇവിടെ. ലോങ് ടേം പ്രിഫർ ചെയ്യുന്ന ആൾക്കാരോ പെൻഷൻ ഫണ്ട്, അവരുടെ ഈൽഡ് കർവ് ഇവിടെ ആയിരിക്കും. ഇപ്പൊ ഓരോ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഈൽഡ് കർവ് ഓരോ ഏരിയയിലായിരിക്കും. പെൻഷൻ ഫണ്ടൊക്കെ എപ്പോഴും എന്താണ് ലോങ് ടേമേ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പൊ ആ ലോങ് ടേമിന്റെ ഭാഗത്തായിരിക്കും അവരുടെ ഈൽഡ്. അവരുടെ ഈൽഡ് കർവ് എടുക്കുകയാണെങ്കിൽ ലോങ് ടേമിലേക്ക് തന്നെ ലോങ് ടേമിലേക്കുള്ള കാര്യങ്ങൾ ആ റേറ്റ് മാത്രം അവർ നോക്കും. ഇപ്പൊ ഷോർട്ട് ടേം ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ബാങ്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അവരുടെ ഒരു സൈഡിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഓരോ ഇൻവെസ്റ്റർ ഗ്രൂപ്പും ഈൽഡ് കർവിന്റെ ഓരോ ഭാഗങ്ങളിലായിരിക്കും. ഇത് മനസ്സിലാക്കാം. ഓരോ ഇൻവെസ്റ്റർ ഗ്രൂപ്പും ഈൽഡ് കർവിന്റെ ഓരോ ഭാഗങ്ങളിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി പ്രകാരം ഈൽഡ് കർവ് വരക്കുമ്പോൾ ഒറ്റ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഈൽഡ് കർവ് പറ്റില്ല. ഈൽഡ് കർവിൽ ഇങ്ങനെ ബ്രേക്കുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഷോർട്ട് ടേമിൽ ഒന്ന്, ലോങ് ടേമിൽ വേറെ ഒന്ന്, മീഡിയം ടേമിൽ വേറെ ഒന്നും. എപ്പോഴും ഈൽഡ് കർവ് ഞാൻ ഈ പറയുന്ന ഗ്രാഫ് പോലെയാണെന്നല്ല കേട്ടോ, ഈ ബ്രേക്ക് കാണിക്കാനാണ് മുകളിലും താഴേക്ക് വരച്ചിട്ടുള്ളത്. ഓക്കെ, അത്ര മനസ്സിലാക്കാം. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈൽഡ് കർവിന്റെ സെർട്ടൈൻ പാർട്സ് ആണ് അവർക്ക് പറ്റുക. ഈൽഡ് കർവിന്റെ സെർട്ടൈൻ പാർട്സ്, ദാറ്റ് ഈസ് ഷോർട്ട് ടേം പ്രിഫർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, മീഡിയം ടേം പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, ലോങ് ടേം പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ലോങ് ടേം പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ അവിടെ, ഷോർട്ട് ടേം പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ. അപ്പൊ ഓരോ ഇൻവെസ്റ്റർ ഗ്രൂപ്പും ഈൽഡ് കർവിന്റെ ഓരോ ഭാഗത്തായിരിക്കും. അതാണ് പ്രിഫേർഡ് ഹാബിറ്റഡ് തിയറി, മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി. ഇവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും? അടുത്തൊരു പോയിന്റ് കൂടെ, ദിസ് ക്യാൻ ക്രിയേറ്റ് ഡിസ്റ്റർബൻസസ് ഓർ ജംപ് ഇൻ ഈൽഡ് കർവ്. ഈൽഡ് കർവിൽ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ജമ്പ് ഒക്കെ ഉണ്ടാവുന്നത്, ഈൽഡ് കർവിൽ ഡിസ്റ്റർബൻസസ് ഓർ ജമ്പ് ഒക്കെ ഉള്ള ഈൽഡ് കർവ് എപ്പോഴാ, ഏത് തിയറി പ്രകാരമാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്ന് പറയുന്നത്? ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും എംസിക്ക് ചോദിക്കാം. ഏത് തിയറി പ്രകാരമാണ് ഈൽഡ് കർവിൽ ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ജമ്പ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നത്? ഏത് തിയറി പ്രകാരം? മാർക്കറ്റ് സെഗ്മെന്റേഷൻ തിയറി പ്രകാരം. ഓക്കെ, ലാസ്റ്റ് വൺ ഇസ് റിസ്ക്. റിസ്ക് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റ് ഡെപ്റ്റ് ആണെങ്കിൽ റിസ്ക് എന്താണ്? കൂടുതലാണോ കുറവാണോ? ഗവൺമെന്റ് ഡെപ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് കുറവാണ്. ഇൻവെസ്റ്ററുടെ റിട്ടേൺ, അപ്പൊ ഗവൺമെന്റ് ഡെപ്റ്റിന് ബൈ ഡീഫോൾട്ട് ഗവൺമെന്റിന്റെ ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും, ഗവൺമെന്റിന്റെ ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും റിസ്ക് കുറവാണ്. ഈൽഡ് തന്നെ ആയിരിക്കും, കുറവായിരിക്കും. അത് ഇൻവെസ്റ്റർ കിട്ടുന്ന ഈൽഡ് കുറവായിരിക്കും. ഇനി കോർപ്പറേറ്റ് ഡെപ്റ്റ് ആണെങ്കിലോ റിസ്ക് കൂടുതലാണ്. അപ്പൊ അവിടെ നിന്നുള്ള ഈൽഡ് എന്തായിരിക്കും? കൂടുതൽ വേണ്ടി വരും. അപ്പൊ ഗവൺമെന്റ് ഡെപ്റ്റിനേക്കാൾ ഗവൺമെന്റിന്റെ ഒരു ഈൽഡ് കർവ് ഉണ്ടായിരിക്കും. ഇതാണ് ഞാൻ ഗവൺമെന്റിന്റെ ഈൽഡ് കർവ് കാണിക്കുന്നത്. ഈ ബ്ലൂ ആണ് ഗവൺമെന്റിന്റെ ഈൽഡ് കർവ്. ഗവൺമെന്റിന്റെ ഈൽഡ് കർവും കൂടുക തന്നെയാണ്. ഗവൺമെന്റിന്റെ ഈൽഡ് കർവും കൂടുക തന്നെയാണ്. ബട്ട് ചെറിയ ഈൽഡേ ഉള്ളൂ. ഈൽഡ് ഒക്കെ ചെറുതാ. എന്തുകൊണ്ടാ കുറഞ്ഞ ഈൽഡ് കൊടുക്കുന്നത്? എന്തുകൊണ്ടാ? റിസ്ക് കുറവായതുകൊണ്ട്. അതേ ഈൽഡ് കർവ് തന്നെ ആയിരിക്കുമോ കോർപ്പറേറ്റ് ഡെപ്റ്റിന്? ഗവൺമെന്റ് ഡെപ്റ്റിന്റെ അതേ ഈൽഡ് കർവ് ആയിരിക്കുമോ കോർപ്പറേറ്റ് ഡെപ്റ്റിന്? ഗവൺമെന്റ് ഡെപ്റ്റിനും കോർപ്പറേറ്റ് ബോണ്ടിനും ഇല്ല. കോർപ്പറേറ്റ് ബോണ്ടിന് എന്തായിരിക്കും? റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഇതേ ഷോർട്ട് ടേമിൽ ഗവൺമെന്റ് ഡെപ്റ്റ് 2% കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റേ എത്ര കൊടുക്കേണ്ടി വരും? 3% കൊടുക്കേണ്ടി വരും. അതായത് എക്സ്ട്രാ ഈൽഡ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഗവൺമെന്റിന്റെ ഈൽഡ് കർവ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലത്തെ ഒരു മൂവ്മെന്റ് ആയിരിക്കും. ബട്ട് റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ വേറെ ആയിട്ടായിരിക്കും കാണും. ഇത് ഗവൺമെന്റ് ബോണ്ട്, ഇത് റിസ്ക് കൂടുതലാണ് കോർപ്പറേറ്റ് ബോണ്ട്. ക്ലിയർ ആണോ?
ക്ലിയർ ആണ് സർ. ഇപ്പൊ കോർപ്പറേറ്റ് ഡെപ്റ്റിന്റെ കേസിൽ yield കർവ് ഒന്നും കൂടെ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും, മറ്റേതിനേക്കാൾ കൂടുതൽ ഇൻക്രീസ് ചെയ്യും. ജസ്റ്റ് വെറുതെ മനസ്സിലാക്കിയാൽ ടു ദ പോയിന്റ്, ഭയങ്കര ക്ലിയർ ആയിട്ട് പഠിക്കുക, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്.